അദാനി ഗ്രൂപ്പിന് ഏറ്റവും ആശ്വാസകരമായ ഒരു തീരുമാനം വരുന്നു. ഹിൻഡൻബർഗ് കേസിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്ന ആവശ്യം സുപ്രീം കോടതിയെ തള്ളിയിരിക്കുകയാണ്. സെബിക്ക് അന്വേഷണം തുടരാം. 3 മാസത്തിനുള്ള അന്വേഷണം പൂർത്തിയാക്കാനാണ് സുപ്രീം കോടതി നിർദ്ദേശം. ഒപ്പം തന്നെ ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് ഇന്ത്യൻ ഓഹരി ഉടമകൾക്കുണ്ടായ നഷ്ടം അത് പരിശോധിക്കാനുള്ള നിർദ്ദേശവും സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ട്. വിവരങ്ങളുമായി ബി ബാലഗോപാലുണ്ട്. ബാലഗോപാൽ, ഈ ഹിൻഡൻബർഗ് റിപ്പോർട്ട് വരുമ്പോൾ തന്നെ വലിയ തോതിൽ അദാനിക്കെതിരെ വിമർശനങ്ങൾ വരുമ്പോൾ മറുഭാഗത്ത് ഇത് കൃത്യമായ ചില ഗൂഢാലോചനകളുടെ ഭാഗമായാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് എന്ന വിമർശനവും ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനെയൊക്കെ ഒരു തരത്തിലെങ്കിൽ ശരിവെക്കുന്ന രീതിയിലാണോ സുപ്രീം കോടതിയുടെ തീരുമാനം? ദിവിഷ്, സുപ്രീം കോടതി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ സംബന്ധിച്ച് സെബി ഒരു അന്വേഷണം നടത്തി വരികയാണ്. ആ അന്വേഷണത്തിൽ ഏതാണ്ട് 24ഓളം ആരോപണങ്ങളായിരുന്നു നേരത്തെ ഈ ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ അദാനി ഗ്രൂപ്പുകൾക്കെതിരെ ഉയർന്നിരുന്നത്. ഇതിൽ 20-ലധികം വിഷയങ്ങളിലും സെബിയുടെ അന്വേഷണം പൂർത്തിയായി. ബാക്കി അന്വേഷണം പൂർത്തിയാക്കാനുള്ള കേസുകളിൽ 3 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാനാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിൻ്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഇന്ന് ഈ സെബിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ പ്രത്യേക അന്വേഷണം വേണമെന്ന ആവശ്യം സുപ്രീം കോടതി നിരാകരിക്കുകയും ചെയ്തു. സെബിയുടെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളും അതുപോലെ തന്നെ ഈ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥരും അവരെ സംബന്ധിച്ചുള്ള ആരോപണങ്ങളിൽ കഴമ്പില്ല എന്നാണ് സുപ്രീം കോടതി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ അവരുടെ പ്രവർത്തനങ്ങളെ ഏതെങ്കിലും തരത്തിലുള്ള സംശയിക്കേണ്ട കാര്യമില്ല എന്നും സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അന്വേഷണം സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ CBIക്കോ മറ്റേതെങ്കിലും സ്വതന്ത്ര അന്വേഷണ ഏജൻസികൾക്കോ കൈമാറണമെന്ന ആവശ്യമാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിൻ്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഇന്ന് തള്ളിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ തുടർന്ന് ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിക്ഷേപിച്ചവർക്കുള്ള നഷ്ടത്തെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ സെബിയും വിശദമായ പരിശോധന നടത്തണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. ആ പരിശോധനയിൽ ഹിൻഡൻബർഗിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള, അതായത് ഹിൻഡൻബർഗ് ഈ മനഃപൂർവ്വം ഈ ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട് ഈ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു പ്രവർത്തനം ചെയ്തതെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരം ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയതെങ്കിൽ ഹിൻഡൻബർഗിനെതിരെ നടപടി വേണമെന്നും സുപ്രീം കോടതി ഇന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിൻ്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഈ കേസിൽ വാദം കേൾക്കുമ്പോൾ മറ്റൊരു ഏജൻസിക്ക് അന്വേഷണം കൈമാറില്ല എന്ന് വാക്കാൽ നിരീക്ഷിച്ചിരുന്നു. ആ നിരീക്ഷണത്തിന് പോലെ തന്നെ ഇന്ന് സുപ്രീം കോടതി ഈ ഉത്തരവിലും ഈ മറ്റൊരു ഏജൻസിയുടെ അന്വേഷണം വേണമെന്ന ആവശ്യം തള്ളിക്കൊണ്ടുള്ള ഉത്തരവാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇത് അദാനിയെ സംബന്ധിച്ച് എങ്ങനെയാണ് ഗുണകരമാവുക? ഇപ്പോൾ അവരുടെ ഒരുപാട് നിക്ഷേപ സാധ്യതകൾ വിദേശങ്ങളിലേക്ക് അടക്കമുണ്ട്. അതൊക്കെ പല ഘട്ടത്തിലും ഈ റിപ്പോർട്ട് വന്നതോടുകൂടി ചെറിയ തോതിലെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായേക്കുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു. അതെല്ലാം ക്ലിയർ ചെയ്യപ്പെടുകയാണോ ഇപ്പോൾ? ദിവിഷ, 2 പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ് അദാനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസകരമാകുന്നത്. ഒന്ന്, ഈ സെബിയുടെ അന്വേഷണത്തിൽ ഇടപെടാൻ വേണ്ടി സുപ്രീം കോടതി തീരുമാനിച്ചില്ല എന്നതാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 24 ആരോപണങ്ങളായിരുന്നു ഈ ഹിൻഡൻബർഗ് ആരോപണത്തിൽ ഈ അദാനിക്കെതിരെ ഉയർന്നിരുന്നത്. ഇതിൽ 20-ലധികം ആരോപണങ്ങളെ സംബന്ധിച്ച് സെബിയുടെ അന്വേഷണം പൂർത്തീകരിച്ചിരുന്നു. ഇനി മറ്റൊരു ഏജൻസിയുടെ അന്വേഷണം നടത്തുകയാണെങ്കിൽ അത് ആദ്യം മുതലുള്ള ഒരു അന്വേഷണ നടപടിക്രമങ്ങളിലൂടെ കടന്നു വരേണ്ട ഒരു പ്രക്രിയയായിരുന്നു. എന്നാൽ സുപ്രീം കോടതി അതിൽ ഇടപെടാത്തത് അദാനിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. രണ്ടാമത്തെ കാര്യം, അദാനി ഗ്രൂപ്പ് ആദ്യം മുതലേ പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഹിൻഡൻബർഗിൻ്റെ വിശ്വാസ്യത, അല്ലെങ്കിൽ അവർക്ക് ചില താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയത്തിൽ ഇടപെട്ടതെന്നാണ്. പ്രത്യേകിച്ച് ഓഹരി വിപണിയിലെ ഷോർട്ട് സെല്ലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ ഹിൻഡൻബർഗ് ഗ്രൂപ്പിനുള്ള താല്പര്യം, ആ താല്പര്യം സംബന്ധിച്ചുള്ള ആരോപണമായിരുന്നു നേരത്തെ തന്നെ ഈ അദാനി ഗ്രൂപ്പ് ഉന്നയിച്ചിരുന്നത്. ഇന്ന് സുപ്രീം കോടതി തങ്ങളുടെ ഉത്തരവിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വ്യക്തമാക്കിയിരിക്കുന്നത്, ഈ ഹിൻഡൻബർഗ് റിപ്പോർട്ട് അതിലൂടെ ഇന്ത്യൻ ഓഹരി നിക്ഷേപകർക്കുണ്ടായ നഷ്ടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാരിനോടും അതുപോലെ സെബിയോടും നിർദ്ദേശിക്കുകയും ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള താല്പര്യം ഹിൻഡൻബർഗ് ഗ്രൂപ്പിന് ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കുവാനുമാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഫലത്തിൽ ഈ 2 വിഷയങ്ങളിലും അദാനിക്ക് വലിയൊരു ആശ്വാസമാണ് ഇന്നത്തെ ഈ സുപ്രീം കോടതി ഉത്തരവ്. തീർച്ചയായും വലിയ തോതിൽ അദാനിക്ക് ആശ്വാസമാകുമ്പോൾ ഓഹരി വിപണിയിലും അത് കൃത്യമാണ്. അദാനി പോർട്സ് 1080 രൂപയാണ് ഇപ്പോൾ വിപണനം നടക്കുന്നത്. എല്ലാ അദാനിയുടെ ഒട്ടുമിക്ക ഷെയറുകളും വലിയ തോതിൽ തന്നെ മികച്ച മുന്നേറ്റമാണ് ഇപ്പോൾ ഓഹരി വിപണിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അദാനി ഗ്രീൻ 1613, അദാനി അദാനി പവർ 527. അങ്ങനെ അദാനിയുടെ കീഴിലുള്ള എല്ലാ കമ്പനികളുടെയും ഓഹരി
വിലയിൽ മികച്ച നേട്ടം ഇപ്പോൾ സ്വന്തമാകുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അദാനിയെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായ തീരുമാനമാണ്. ഒരുപാട് നിക്ഷേപ സാധ്യതകളും പോർട്ടടക്കം അല്ലെങ്കിൽ സൗരോർജ്ജ മേഖലയിലടക്കം വലിയ നിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അദാനി ഗ്രൂപ്പിന് ഹിൻഡൻബർഗ് റിപ്പോർട്ട് കുറച്ച് നാളത്തേക്കെങ്കിലും ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്ന് ഇന്ന് വരുന്ന തീരുമാനം അദാനി ഗ്രൂപ്പിനെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയും ആശ്വാസവും നൽകുന്നതാണ്. ബി ബാലഗോപാലാണ് വിവരങ്ങൾ പങ്കുവച്ചത് ഡൽഹിയിൽ നിന്നും.